ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ നമ്മൾ ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടികർമ്മത്തെ കാണുന്നുണ്ട്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ മനോഹരമായി സൃഷ്ടിക്കുന്നു. എന്നിട്ടും പല വിധത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നു. എന്നാലും ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. 2-ാം അധ്യായത്തിലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹത്തായ പൂർണ്ണത വ്യക്തമാക്കുന്നു. പുരുഷൻ്റെ ഭാര്യയിൽ നിന്ന് ദൈവം സ്ത്രീക്ക് ജന്മം നൽകി. വിവാഹം എന്ന കൂദാശയിൽ ദമ്പതികൾ ഒറ്റ ശരീരമായി തീരുന്നതിലൂടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പരസ്പര സ്നേഹവും ഐക്യവും ദൈവം വെളിപ്പെടുത്തുന്നു. 3-ാം അധ്യായം മനുഷ്യൻ്റെ പതനത്തെക്കുറിച്ച് പറയുന്നതാണ്. പാപത്തിലേക്ക് പിശാച് നമ്മെ വീഴ്ത്തുന്ന വഴികളെക്കുറിച്ചും ഇതിൽ സൂചിപ്പിക്കുന്നു. എത്ര പ്രലോഭനങ്ങൾ പിശാച് നമുക്ക് നൽകിയാലും അതിൽ വീഴരുതെന്നും അതൊക്കെ വെറും താൽക്കാലിക സുഖം മാത്രമാണെന്നും ദൈവത്തോട് ചേർന്നിരിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥമായ ആനന്ദമെന്നും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം തരുന്ന പരീക്ഷകളെ വിജയിക്കുക എന്നതാണ് പരമപ്രധാനമായ കാര്യം. സഹനങ്ങൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകലാതെ അവിടുത്തെ കുറ്റപ്പെടുത്താതെ നന്മയിൽ ജീവിക്കാൻ നാം പരിശ്രമിക്കണം. ഓരോ സഹനങ്ങളും ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിന് നമ്മെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തെങ്കിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. 4-ാം അധ്യായത്തിലെ ദൈവത്തിന് ഉചിതമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ അസൂയ എന്നൊരു പാപം കടന്നു വരുന്നുണ്ട്. അസൂയ എന്ന പാപം കായീനിൽ വിദ്വേഷം വളർത്തുകയാണ്. അങ്ങനെ അവൻ തൻ്റെ ഏക സഹോദരൻ ആബേലിനെ കൊന്നു. നമ്മൾ ദൈവത്തിനു മുമ്പിൽ നല്ലത് പ്രവർത്തിച്ചാൽ ഒരിക്കലും പാപം നമ്മിൽ കുടികൊള്ളില്ല. പക്ഷേ നമ്മൾ സാത്താനെ ഇഷ്ടമുള്ള സുഖം തേടി പോകുമ്പോഴാണ് നമ്മൾ പാപത്തിൽ വീണ് നശിച്ചു പോകുന്നത്. പക്ഷേ പാപികളെ സ്നേഹിക്കുന്നവനായ ദൈവം നമ്മൾ എത്ര പാപത്തിൽ വീണാലും നമ്മെ മാടി വിളിക്കുന്നു. അതുകൊണ്ട് അനുതപിച്ച് കുമ്പസാരം എന്ന കൂദാശയിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് കഴുകപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കാം. 6-ാം അധ്യായത്തിലെ ഭൂമിയിൽ തിന്മ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ദൈവം ഒരു ജലപ്രളയമുണ്ടാക്കി തിന്മയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നശിപ്പിക്കുന്നതിനെക്കുറിച്ചും പറയുന്നു. പക്ഷേ ദൈവം അതിൽ നോഹ എന്ന നല്ലൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവനിലൂടെ ദൈവത്തെങ്കിലേക്ക് അടുക്കുന്ന, നന്മ ചെയ്ത് ദൈവമാർഗത്തിൽ ജീവിക്കുന്ന നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു അവിടുത്തെ ലക്ഷ്യം. നന്മ ചെയ്ത് ദൈവമാർഗത്തിൽ ജീവിച്ചാൽ ദൈവം നമ്മളെയും തിരഞ്ഞെടുക്കും. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുക എന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് മടുപ്പ് തോന്നാതെ ദൈവത്തെ സ്തുതിക്കുകയും പ്രഘോഷിക്കുകയും അവിടുത്തോട് നന്ദി പറയുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മെ ഒരു കുറവുകളുമില്ലാതെ സൃഷ്ടിച്ചു. അപ്പോൾ അവിടുത്തെ സ്തുതിക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്ര വലിയ അനുഗ്രഹമാണ് ദൈവം നമ്മളിൽ ചൊരിഞ്ഞിരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലൂടെ, ജപമാലയിലൂടെ, ആരാധനയിലൂടെ ദൈവത്തോടായിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.